പെട്ടെന്നൊരു 5 കൊല്ലം കൊണ്ട് കുറച്ച് പണം ഉണ്ടായി, പെട്ടെന്നൊരു വീട് വെച്ചു, ഒരു വലിയ വണ്ടി വാങ്ങിച്ചു, അതിലേയും തെക്കും വടക്കം നടന്നു, ദാ നടുവും കുത്തി നേരെ വന്നതിനേക്കാൾ താഴോട്ട് പോയി. ഇതിന്റെ പേരല്ല അനുഗ്രഹം, നിലനിൽക്കുന്ന അനുഗ്രഹം, തലമുറയുടെ അനുഗ്രഹം. ഇഷ്ടം പോലെ കാശുണ്ടായി, കുറേ അതായി, തോട്ടം വാങ്ങിച്ചു, വീട് വാങ്ങിച്ചു, വലിയ വണ്ടി വാങ്ങിച്ചു, പിള്ളേരെല്ലാം കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും എല്ലാം അടിമയായി പല വഴിക്ക് പോയി തീർന്നു. ഡും. ഇതിന്റെ പേരല്ല അനുഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയാ. ബൈബിളിന്റെ ഭാഷയിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തലമുറകളായി നിലനിൽക്കുന്ന അനുഗ്രഹം. ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു, നിത്യതയിൽ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നു. അതാണ് ബൈബിളിന്റെ ഭാഷയിൽ അനുഗ്രഹം. അപ്പൊ അബ്രാഹത്തോട് പറയാണ്, നിന്നെ ഞാൻ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ കുടുംബങ്ങള് നിലനിൽക്കണമെങ്കിൽ നമ്മൾ വായിച്ചത് പ്രഭാഷകൻ 27:3, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോവും. അതായത് പ്രാർത്ഥനയില്ല, പള്ളി പോക്കില്ല, നോമ്പെടുക്കത്തില്ല, എല്ലാ താൽക്കാലിക കാര്യം പറഞ്ഞ് മാറ്റി. ഒരു ദിവസം പള്ളിയിൽ പോയില്ലേ ഇപ്പൊ എന്ത്, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലേ ഇപ്പൊ എന്ത്, ഒരു ദിവസം തുണി ഉടുത്തില്ലല്ലോ ഇപ്പൊ എന്നാരും പറയുന്നില്ലല്ലോ, ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല എന്നാരും പറയുന്നില്ലല്ലോ, ഒരു ദിവസം പള്ളി പോയില്ലേ എന്ത്, ഒരു ദിവസം ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകും. പെട്ടെന്നാണ് അതിന്റെ നാശം. അതുകൊണ്ട് കുടുംബം നിലനിൽക്കണോ? എൻ്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, കാത് തുറന്ന് കേൾക്കണം. കുടുംബം നിലനിൽക്കണോ? ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ ദൈവത്തെ ആരാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നിങ്ങൾ